ഇത് ഞങ്ങളുടെ യാത്ര പ്രയാഗ്രാജിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈ ചെയ്തു. കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് കാറിൽ വന്നു. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിൽ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് വാരണാസിയിൽ നിന്ന് വീണ്ടും കാറിൽ നിന്ന് അയോധ്യയിലേക്ക് പോകണം. വണ്ടി ഇപ്പോൾ വരുള്ളൂ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങള് വാരണാസിയിൽ നിന്ന് അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലാണ്. നമ്മള് കോഴിക്കോട് നിന്ന് കൊച്ചി വന്നു. കൊച്ചിയിൽ നിന്ന് ഞങ്ങള് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങള് വാരണാസി വന്നു. വാരണാസിയിൽ നമ്മള് അയോധ്യയിൽ പോവാം. അയോധ്യയിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് ഇരിക്കാൻ. യാത്രകൾ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളിങ്ങനെ തെറ്റിശീലിച്ച ആൾക്കാരാണ്. കാബൂളിവാലകളാണ് ഞങ്ങള് ബഞ്ചാറാസ്. ഞങ്ങൾക്കത് കുഴപ്പമില്ല. പിന്നെ കുറെ കാലത്ത് ആഗ്രഹമല്ല. എനിക്ക് കുറെ കാലം എന്റെ ഈ തലമുറയ്ക്ക് എനിക്ക് പറ്റില്ല. ഇവിടെ തലമുറയ്ക്ക് ഇനി പറ്റില്ലല്ലോ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതൊരു ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ യോഗം. ഇതെവിടെ മുഖം നോക്ക് ഹാപ്പി അല്ല. ഈ വഴിയിലൊന്നും വേറെ ഒരു റെസ്റ്റോറൻറ്റും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ഡാബ കിട്ടി ഞങ്ങൾക്ക്. വേറെ ഒരു വഴിയില്ല. വിശന്നിട്ടാണെങ്കിൽ വയ്യ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. क्यों नहीं बैठेगा? बैठो. ये देखो, इसको क्या बोलते हैं पंजाबी में? कुछ नहीं बोलते, बैठने का जगह बोलते हैं. नहीं भैया, ये किसी को सोने का जगह है. ഇത് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ചേട്ടൻ ഈ മുണ്ടെടുത്തോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന ആളൊരു 10-15 ദിവസമായിരുന്നു ആ മുണ്ടും മാറ്റിയിട്ട്. പക്ഷേ വിശപ്പിൻ്റെ വെളിയിൽ നമുക്കതൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. ഭക്ഷണം അങ്ങോട്ട് കഴിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആലു പൊറോട്ടയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ഭക്ഷണം വന്നു. ആലു പൊറോട്ട. മഞ്ഞപ്പൊടി ഇട്ടുണ്ടാവും. തിരക്ക് കാരണം UP-യിലെ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഏതൊക്കെയോ കുട്ടി റോഡിലൂടെ ഞങ്ങളെ വിട്ടത് കേട്ടോ. പക്ഷെ റോഡ് ചെറുതാണെങ്കിലും കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു കേട്ടോ. ബോറടിച്ചതേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇന്ന് 4:30-ക്കാണ് ഞങ്ങൾ അയോധ്യയിലെത്തിയത്. കുംഭമേളയാകുമ്പോഴത്തേക്ക് കരുതി ഒരു നീണ്ട യാത്ര എന്ന് വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് കോഴിക്കോട് നിന്ന് വിട്ട ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇതേ അയോധ്യയിൽ എത്തി നിൽക്കുക കേട്ടോ. എന്താ രാവിലെ ഒരു പൊറോട്ട കഴിച്ചേ. പൊറോട്ട പറഞ്ഞാൽ അത് തന്നെ ഞാനൊരു 1/4 കഷ്ണം, നീ ഒരു 1/4 കഷ്ണം. സോ 1/2 കഷ്ണം പൊറോട്ട കഴിച്ചത്. നല്ല സുഖമായി ഒന്ന് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അമ്പലത്തിൽ പോകണം. ഞങ്ങളിപ്പോ അയോധ്യ മന്ദിറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അമ്പലത്തിൽ നിന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊരു ഇലക്ട്രിക് ഓട്ടോ പിടിച്ചു. എനിക്ക് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലക്ട്രിക് ഓട്ടോയിലുള്ള യാത്ര. അയോധ്യ അമ്പലത്തിൽ ഓൾറെഡി ഭയങ്കര തിരക്കാണെന്നാണ് ഞങ്ങൾ കേട്ടേക്കുന്നത്. അറിയില്ല, എന്താണെങ്കിലും ഭഗവാനെ കാണണമെന്ന് വിചാരിച്ച് വന്നതല്ല. അപ്പം അങ്ങോട്ട് കാണാം. അതേ ചേച്ചിയും ചേട്ടനൊക്കെ ഓടിപ്പോകുന്നുണ്ട്. എങ്ങനെ ഓടണമെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ദേ ഈ കാണുന്നത് ജനസാഗരമാണ് കേട്ടോ. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ആ പോകാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ദർശനം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ദേ രാവിലെയായി ഞങ്ങളിന്ന് പ്രയാഗ്രാജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോഴത് അയോധ്യയിലാണ്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് പ്രയാഗ്രാജിലേക്ക് പോവാണ്. 144 വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി ഇതുപോലൊരു മഹാകുംഭമേള നടക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം നമ്മൾ ചെയ്ത പാപങ്ങളും ഒക്കെ ഗംഗ, യമുന, സരസ്വതി അങ്ങനെ 3 നദികളാണ്. അപ്പം അതിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പാപങ്ങളൊക്കെ പോവും എന്നൊക്കെയാണ് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കർമ്മത്തിലാണ്. ഞാൻ എന്ത് കർമ്മമാണോ ചെയ്തത് അതിൻ്റെ ഫലമൊക്കെ ഇവിടെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു 144 വർഷങ്ങൾ കഴിയണം ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു കുംഭമേള ഇനി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക, അവിടെ പങ്കെടുക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു ദൈവത്തിൻ്റെ നിയോഗം, ദൈവം അനുഗ്രഹിച്ചൊരു ഭാഗ്യമൊക്കെ ആയിട്ട് കരുതുന്നു. പോയിട്ടില്ല, അങ്ങനെ പറ്റണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ദേ ഞങ്ങൾ ഗംഗയുടെ തീരത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രയാഗ്രാജിലെത്തി.
ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ റൂമൊന്നും കിട്ടാനില്ല. പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ കാണാം ഏതോ ഒരു ഗലി. ഞങ്ങൾ ഘാട്ടിലെത്തി സ്നാനം ചെയ്യാൻ പോവാം. ഇത് 3 മണിക്ക് എണീറ്റിട്ട് ത്രിവേണി സംഗമത്തിൽ പോയിട്ട് സ്നാനം ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക. ഞങ്ങൾ ബോട്ടിൽ പോകണം 1 മണിക്കൂർ. എല്ലാം ഒരു വിശ്വാസമല്ലേ, അതുപോലെ ഇതും ഒരു വിശ്വാസം മാത്രം. നമ്മൾ ഓരോ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ അല്ലേ. നാളെ എന്ന് പറയുന്നത് പോലും നമ്മളുടെ ഒരു വിശ്വാസമാണ്. അപ്പം എല്ലാം ഒരു വിശ്വാസമാണ്. അങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ആ ഒരു സമയം ഞങ്ങളുടെ സ്നാനം. അങ്ങനെ ഞങ്ങളുടെ സ്നാനം കഴിഞ്ഞു. ഈ പോകുന്ന ആൾക്കാരൊക്കെ ഇനി അവർ നടന്നിട്ട് വരുന്ന ആൾക്കാരാണ്. അവരും സ്നാനത്തിന് വേണ്ടി വന്നേക്കാണ്. 3 മണിക്ക് എണീറ്റതുകൊണ്ടാവും എൻ്റെ മോള് നയന പാവം വാ തുറന്ന് ഉറങ്ങാം.